Sky Gold, elegance of beauty. ഉന്നയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന ഒരാളുടെ കൂടെ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഇതിൽ മറുപടി പറയാനുള്ളത്? ഈ ആരോപിക്കപ്പെട്ടതിൽ വലിയ വസ്തുത എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ആ കേസിന്റെ നിലവിലെ സ്ഥിതി എന്നുള്ളത്? കേരളത്തില് ഞാൻ സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു 12 വർഷം. അതേപോലെ തന്നെ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ആയിരുന്നു 8 വർഷം. ഈ വർഷങ്ങളിലൊക്കെ, ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ വോളിബോളിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇടത് ഭരണകൂടം, പ്രത്യേകിച്ച് ഇടത് സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിനെതിരെ അദ്ദേഹം കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷനെ 10 വർഷമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുക. അതിന്റെ ഇടയ്ക്ക് നടത്തുന്ന ഏത് ചാമ്പ്യൻഷിപ്പുകളാണെങ്കിലും അത്രയും ചാമ്പ്യൻഷിപ്പുകളെ ഇത്തരം തരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്ന് നടത്തുന്നവരെ നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വോളിബോൾ പ്ലെയേഴ്സിന് വേണ്ട രീതിയിൽ അംഗീകാരം കിട്ടുന്നില്ല. കേരളത്തിലെ വോളിബോൾ പ്ലെയേഴ്സിന് അവർക്ക് ഗ്രേസ് മാർക്ക് തടസ്സം ചെയ്തു ഈ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ. അതെല്ലാം ഇപ്പൊ മുന്നോട്ട് കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇതിൽ 2011 പെരിന്തൽമണ്ണയിൽ ഒരു 34ാമത് സബ് ജൂനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തി. ആ ചാമ്പ്യൻഷിപ്പിൽ എത്ര ചാമ്പ്യൻഷിപ്പ് നടത്തിയാലും ശരി, ഇതൊക്കെ ആരും തരാതെ സ്പോൺസർഷിപ്പിലൂടെ നടത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് നടത്തുന്നവരുടെ കയ്യിൽ നിന്ന് പണം പോകുന്ന ഒരു അവസ്ഥയാണ്. അതിന് 1.5 ലക്ഷം രൂപ അന്ന് പോയി കടന്നു. അതിനുശേഷം മലപ്പുറം ജില്ലയുടെ വോളിബോളിന്റെ ഒരു ഇലക്ഷൻ വന്നപ്പോൾ ആ ഇലക്ഷനിൽ 2 ഗ്രൂപ്പായി തിരിഞ്ഞു. 2 ഗ്രൂപ്പായി തിരിഞ്ഞപ്പോൾ 40 ക്ലബ്ബുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് 23 ക്ലബ്ബുകൾ എന്നെയും 17 ക്ലബ്ബുകൾ അപ്പുറത്തും വോട്ട് ചെയ്തു. ആ 17 ക്ലബ്ബുകളിൽ നിന്നുള്ള ഒരുത്തൻ വിജിലൻസിലേക്ക് പരാതി കൊടുത്തു. ആ വിജിലൻസിൽ പരാതി കൊടുക്കുന്നത് 2011 നടത്തിയ ചാമ്പ്യൻഷിപ്പിന് 2014 പരാതി കൊടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന് സംഘാടക സമിതി പിരിച്ചുവിട്ട്, അതേപോലെ തന്നെ വോളിബോൾ സ്റ്റേറ്റ് അസോസിയേഷൻ കണക്ക് അവതരിപ്പിച്ച് പാസ്സാക്കി. അതിനുശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത്. വിജിലൻസ് ആ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് 2022 അത് റൈറ്റ് ഓഫ് ചെയ്തു. FAD എന്ന് പറയാം, ഫർദർ ആക്ഷൻ ഡ്രോപ്ഡ് എന്ന് പറഞ്ഞ കത്തടക്കം എനിക്ക് തന്നു. ഇതിനകത്ത് ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നീട് 2018 ഒരു 66ാമത് സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ നടത്തി. കാലിക്കറ്റ് ട്രേഡ് സെന്ററിനകത്ത് ഇൻഡോറിലാണ് നടത്തിയത്. അതിന്റെ സ്പോൺസർ നമ്മുടെ എമറാൾഡിന്റെ ഫൈസലായിരുന്നു 60 ലക്ഷം രൂപയ്ക്ക്. പണത്തിന്റെ ഇടപാടല്ല നടത്തിയത്. കാരണം അദ്ദേഹത്തിന്റെ ഇൻഡോർ നമുക്ക് തന്നു 18 ലക്ഷം രൂപയ്ക്ക്. അദ്ദേഹം ഒരു ഹോട്ടൽ ഉടമയാണ്. പല ഹോട്ടലുകളിൽ നിന്നും അദ്ദേഹം റൂം എടുത്തു തന്നു. ക്യാഷ് ഡീലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയില്ല. 60 ലക്ഷത്തിന്റെ അതിന് വ്യക്തമായ എഗ്രിമെന്റ് അടക്കം നമുക്കുണ്ട്. ആ ചാമ്പ്യൻഷിപ്പ് 2018 കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞിട്ടാണ് ആ ചാമ്പ്യൻഷിപ്പിന് പരാതി വരുന്നത്. ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ 4/6/2026 FIR ഇടുന്നത്. ഈ മാസം. അതുവരെ ആ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി പിരിച്ചുവിട്ടു. എല്ലാ സ്ഥലത്തേക്കാൾ വിഭിന്നമായിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ, ഗഫൂർ എന്ന് പറഞ്ഞൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ നിയമിച്ച് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു പേയ്മെന്റുകൾ മുഴുവൻ നടത്തിയിട്ടുള്ളത്. പേയ്മെന്റ് നടത്താൻ വേണ്ടി ഒരു 3 ആൾക്കാരെ ചുമതലപ്പെടുത്തി. ഒന്ന് ബാപ്പു ഹാജി, വ്യാപാരി വ്യവസായിയുടെ ട്രഷറാണ് കോഴിക്കോട് ജില്ലയുടെ. അതേപോലെ തന്നെ മൊയ്തീൻ കോയ, മലബാർ ഗോൾഡിന്റെ മാനേജറാണ്. സത്യസന്ധനായിട്ടുള്ള ഒരുത്തനാണ്, CPM-കാരനാണ് അദ്ദേഹത്തിന്. പിന്നെ അതേപോലെ സത്യൻ ഇടത് സഹയാത്രികനാണ്, അവിടുത്തെ ഒരു ലോഡ്ജിന്റെ മാനേജറാണ്. ഇവര് 3 പേരാണ് ക്യാഷ് കംപ്ലീറ്റ് കൈകാര്യം ചെയ്തത്. ജനറൽ കൺവീനർ എന്ന എനിക്ക് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത് ഓർഗനൈസ് ചെയ്യാന്ന് മാത്രമാണ്. കാരണം ക്യാഷും ഓർഗനൈസ് ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് നടക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് കണക്കെഴുതി കഴിഞ്ഞു. അവർ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് തന്നു. ആ അക്കൗണ്ട്സില് അതിന്റെ ചെയർമാൻ മെഹബൂബാണ്.
മെഹബൂബാറാണ്, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അതേപോലെ തന്നെ ജനറൽ കൺവീനർ ഞാന്, ദെൻ ബാപ്പു ഹാജി ട്രഷറർ, C. സത്യൻ ഓർഗനൈസിംഗ് സെക്രട്ടറി. ഇത്രയും 4 പേർ ഒപ്പിടുകയും സംഘാടക സമിതി സത്യസന്ധമായി അവതരിപ്പിച്ച് പിരിച്ചുവിടുകയും ചെയ്തു. അപ്പൊ അതിലെഴുതിയ കണക്ക് ഗ്രാൻഡ് ഫറം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ റിസീവബിൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷം കാണിച്ചു. സ്പോർട്സ് ഗ്രാൻഡ് ഫറം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്ന് പറഞ്ഞ് 2.5 ലക്ഷം കാണിച്ചു. അഡ്വാൻസ് ഫ്രം ഓർഗനൈസിംഗ് സെക്രട്ടറി 1,82,238 കാണിച്ചു. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് ഏറ്റവും ഭംഗിയായി നടത്തി എന്ന് പറഞ്ഞുള്ള കത്ത് തന്നു, 5 ലക്ഷം രൂപയും തന്നു. പക്ഷേ വി അബ്ദുറഹ്മാൻ സ്പോർട്സ് മിനിസ്റ്റർ ആയിരിക്കുന്ന, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവര് 2,50,000 രൂപ ഒരു നാഷണൽ ഇവന്റ് നടത്തിയാൽ കൊടുക്കണം എന്ന് നിയമമുണ്ട്. പക്ഷെ ആ ക്യാഷ് പിടിച്ചു വെച്ചു, തന്നില്ല. അതുകൊണ്ട് ആ 2,50,000 രൂപ ഞങ്ങളെ കയ്യിൽ നിന്നെടുത്ത് ചെലവാക്കേണ്ടി വന്നു. ഓർഗനൈസിംഗ് സെക്രട്ടറിക്ക് 1,82,238 അങ്ങനെ ഞങ്ങള് 4,32,000 രൂപ ഇപ്പോഴും നഷ്ടത്തിൽ കടക്കുന്ന ഒരു ഇവന്റാണ് ഇങ്ങനെ FIR ഇട്ടിരിക്കുന്നത്. ഈ ഇവന്റിന് FIR ഇടാനുള്ള അതിന് മുമ്പേ വിജിലൻസിനെ കൊണ്ട് അന്വേഷണം നടത്തിയത് അതിന്റെ ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം അന്വേഷണം നടത്തി അവസാനം ഇതിനകത്ത് മെഹബൂബ് എന്നുള്ള ഇവരെല്ലാം കൂടെ കുറ്റക്കാരാണെന്ന് കണ്ടപ്പോഴാണ് അവർ FIR ഇട്ടത്. ഇതിൽ വ്യക്തമാണ് ജനറൽ കൺവീനർ എന്ന എന്റെ സാമ്പത്തിക ഇടപാടിൽ ഈ ജനറൽ കൺവീനർക്ക് ഒരു പങ്കുമില്ല. വ്യക്തമായ വ്യക്തിവിരോധം എന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യൻ ജോർജ് എന്ന് പറഞ്ഞ കക്ഷി, അയാള് ശരിക്കൊരു, ഞങ്ങളൊക്കെ വിളിക്കുന്ന അരവട്ടൻ എന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെ വേണോ അവിടെയൊക്കെ പരാതി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് നിങ്ങൾ തപ്പി നോക്കിയാൽ മതി. സെബാസ്റ്റ്യൻ ജോർജിന്റെ ഫേസ്ബുക്ക് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അയാൾ കൊടുത്ത പരാതികളാണ്. എവിടേക്കൊക്കെ AK ആന്റണിക്കെതിരെ പരാതിയുണ്ട്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കും ഉണ്ടായിരുന്ന പരാതിയുണ്ട്, പിന്നെ നമ്മള് VS അച്യുതാനന്ദന് പരാതി കൊടുക്കുക, അതേപോലെ തന്നെ പിണറായി വിജയന് പരാതി കൊടുക്കുക. അപ്പൊ VD സതീശൻ വന്നിട്ട് ഇത്ര ആയിട്ടുള്ളൂ, VDക്ക് പരാതി പോയിട്ടുണ്ട്. രാജിവെക്കുന്നത് പറഞ്ഞാൽ, അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ ഈ കൗൺസിൽ, കഴിഞ്ഞ കൗൺസിലിൽ ഒരു സെക്കീന ഉണ്ടായിരുന്നു. ആ സെക്കീനയുടെ പേരിലുള്ള FIR ആണ്, KSEB കൊടുത്തുള്ള FIR ആണിത്. പൈസ അടച്ച FIR പ്രകാരം പിഴ അടച്ചതാ 3,20,732 രൂപ. കഴിഞ്ഞ 9-ാം വാർഡിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലറാണ്, മൻസൂറാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തത്. ആ മൻസൂർ ഞാൻ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഇത് അവര് കള്ളപ്പട്ട. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.